ജോസഫിന്റെ കയ്യിൽ സമ്പന്നന്മാരോട് കൂടെ നിൽക്കാനുള്ള കാളക്കുട്ടിയില്ല, ധനവാന്മാരോടൊപ്പം നിൽക്കാനുള്ള ആട്ടുകൊറ്റനെയില്ല. ശരിക്കും അവരുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാകാം, ഞങ്ങളുടെ കയ്യിൽ ഈ കുറുപ്രാവിന്റെ കുഞ്ഞില്ലേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കൊരു സത്യം അറിയോ? ആ മറിയത്തിന്റെ തോളിൽ കിടക്കുന്ന കുഞ്ഞില്ലേ, അതിന്റെ കുഞ്ഞിനാവെന്ന് അനക്കിയാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ് ആ തോളിൽ കിടക്കുന്നത്. ഒരു ഭാഗത്ത് നമ്മളിലുള്ള ഇല്ലായ്മകളെയും വല്ലായ്മകളെയും നമ്മൾ തിരയുമ്പോൾ, മറുഭാഗത്ത് ആരുടെയും കയ്യിലില്ലാത്തൊരു സമ്പത്ത്, ആർക്കും ലഭിച്ചിട്ടില്ലാത്ത വലിയൊരു സമ്പത്ത് നിന്റെ കയ്യിലുണ്ട് എന്ന സത്യത്തെ നീ വിസ്മരിച്ചു കളയരുത്. നിങ്ങളൊക്കെ പല കാര്യങ്ങളിലും സന്തോഷമായിട്ടിരിക്കുമ്പം നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മളൊരിക്കലും നമുക്ക് ദൈവം ചെയ്ത നന്മകളും നമ്മളെ എവിടെ ഇരുത്തിയേക്കുന്നത്, നമ്മളെ ദൈവം എങ്ങനെ മാനിച്ചേ, ഇതൊന്നും നമ്മൾ ഓർക്കത്തില്ല. നമ്മൾ മറ്റുള്ളവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യും. എന്നുവെച്ചാൽ ഭൗതികമായ കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ മറിയം യേശു കർത്താവിനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ, മറിയയും ജോസഫും കൂടെ യേശുവിനെ സമർപ്പിക്കാൻ ദേവാലയത്തിൽ പോയി. ജോസഫിന്റെ കൈക്കകത്ത് 2 കുഞ്ഞു പ്രാവിന്റെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. മറിയയുടെ തോളത്താരുണ്ടായിരുന്നു? യേശു കിടപ്പുണ്ട്. ഇവരെങ്ങോട്ടാ കയറി പോന്നേ? ജെറുസലേം ദേവാലയത്തിലേക്കാണ് കയറി പോകുന്നത്. യേശുവിനെ പ്രസവിച്ച ആരാ? മറിയം. ഉറപ്പല്ലേ? 100% ഉറപ്പാ. അവൻ പരിശുദ്ധാത്മാവിൽ ജനിച്ചുവെങ്കിലും മറിയയുടെ ഗർഭപാത്രത്തിൽ കിടന്നു വളർന്ന് മറിയമാണ് യേശുവിനെ പ്രസവിച്ചത്. അമ്മമാർക്കല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ചവർക്ക് എപ്പോഴും ആ കുഞ്ഞുങ്ങളെ കുറിച്ച്, ഇന്നത്തെ എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഒരു റിയൽ മദറിന്, ഒരു യഥാർത്ഥ അമ്മയ്ക്ക്, അല്ലെങ്കിൽ സ്നേഹമുള്ള നല്ലൊരു അമ്മയ്ക്ക് ഒരു കൺസേൺ കാണും. മറിയം യേശുവിനെ കൊണ്ട് പോകുമ്പം സാധാരണ ഒരു കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോഴേ, ദാവീദ് രാജാവ് ശലോമോനെ സമർപ്പിച്ച സമയത്ത് കെദ്രോൻ എന്ന് പറഞ്ഞൊരു തോടുണ്ട്, ഈ ദേവാലയത്തിൻ്റെ പുറകിലൂടെ ഓടുന്നൊരു തോടുണ്ട്. ആ കെദ്രോൻ തോട് രക്തമായെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത്രയധികം കാളക്കിടാങ്ങളെയും ആടുകളെയും ആട്ടുകൊറ്റന്മാരെയാണ് രാജാവല്ലേ, രാജാവിൻ്റെ പുത്രനല്ലേ, സമർപ്പിച്ചപ്പോൾ അതിൻ്റെ ബ്ലഡ് ഒഴുകിയത്. വലിയ സമ്പന്നനാണെങ്കിൽ, വലിയ പൈസക്കാരനാണെങ്കിൽ, കാശൊക്കെ ഉണ്ടെങ്കിൽ 2 കാളക്കിടാവിനെയൊക്കെ കൊണ്ട് പള്ളിക്ക് കൊടുക്കാം, സമർപ്പിക്കാം, അല്ല ആട്ടുംകുട്ടിയെ കൊടുക്കാം. ഈ ഒന്നും ഇല്ലാത്ത, വലിയ സമ്പത്തൊന്നും ഇല്ലാത്ത, വലിയൊരു സംവിധാനം ഇല്ലാത്ത ആളുകൾക്ക് കുറുപ്രാവിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് പോകാം. ജോസഫിൻ്റെ കയ്യിൽ സമ്പന്നന്മാരോട് കൂടെ നിൽക്കാനുള്ള കാളക്കുട്ടിയില്ല, ധനവാന്മാരോടൊപ്പം നിൽക്കാനുള്ള ആട്ടുകൊറ്റനെയില്ല. ശരിക്കും അവരുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാകാം, ഞങ്ങളുടെ കയ്യിൽ ഈ കുറുപ്രാവിൻ്റെ കുഞ്ഞല്ലേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കൊരു സത്യം അറിയോ? ആ മറിയത്തിൻ്റെ തോളിൽ കിടക്കുന്ന കുഞ്ഞില്ലേ, അതിൻ്റെ കുഞ്ഞിനാവെന്ന് അനക്കിയാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ് ആ തോളിൽ കിടക്കുന്നേ. അറിയോ? ഒരു ഭാഗത്ത് നമ്മളിലുള്ള ഇല്ലായ്മകളെയും വല്ലായ്മകളെയും നമ്മൾ തിരയുമ്പോൾ, മറുഭാഗത്ത് ആരുടെയും കയ്യിലില്ലാത്തൊരു സമ്പത്ത്, ആർക്കും ലഭിച്ചിട്ടില്ലാത്ത വലിയൊരു സമ്പത്ത് നിന്റെ കയ്യിലുണ്ട് എന്ന സത്യത്തെ നീ വിസ്മരിച്ചു കളയരുത്.